ആദ്യം തിരുവനന്തപുരത്തേക്കാണ് റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, ഗുഡ് മോർണിംഗ്. റിനു, ഇന്ന് പ്രധാനമന്ത്രി എത്തുകയാണ്. തലസ്ഥാന നഗരിയിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ വിന്യാസങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. എന്തെല്ലാമാണ് ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായി അതുകൂടാതെയും പ്രതീക്ഷിക്കുന്ന സമഗ്രമായ വാർത്തകളുടെ ഒരു വിശകലനം? രാവിലെ 10:30 തിരുവനന്തപുരത്തെ പ്രത്യേക വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തും എന്നുള്ള നേതാക്കളും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും എത്തും എന്നുള്ള വിവരവും ഉണ്ട്. അദ്ദേഹത്തെ സ്വീകരിച്ചതിന് ശേഷം കിഴക്കേക്കോട്ട പുത്തരിക്കൊണ്ടം മൈതാനത്തേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് അതീവ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പുത്തരിക്കണ്ടത്ത് പ്രധാനമന്ത്രി 4 പുതിയ ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. അതുപോലെ തന്നെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തും. പരിപാടിയിൽ അതിവേഗ റെയിൽവേ പാത ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഒരു സർപ്രൈസ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരത്തെ ഒരു തുറമുഖ നഗരമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഒപ്പം 45 ദിവസത്തിനകം ഈ തിരുവനന്തപുരം നഗരസഭ BJP അധികാരമേറ്റതിനു ശേഷം അവിടെ ഒരു ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി എത്തും പ്രധാനമന്ത്രി എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. അതിന് ആ പ്രഖ്യാപനത്തിന് 27 ദിവസം തികയുമ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. പക്ഷേ ഒരു ബ്ലൂ പ്രിന്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരു വികസന രേഖ പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മേയർ അറിയിച്ചത്. വാർഡുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകളും ഉണ്ട്. കിഴക്കേക്കോട്ടയിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ വലിയ അതിഗംഭീരമായി നടത്തുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ എന്തായാലും റെഡ് സോൺ ആയിട്ടാണ് ശംഖുമുഖം മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള പ്രദേശങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ ഗതാഗത നിയന്ത്രണവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. 2 വേദികളിലായിട്ടാണ് പുത്തരിക്കണ്ടത്ത് പരിപാടി നടത്തുന്നത്. ആദ്യം റെയിൽവേയുടെ പരിപാടി, അതിനുശേഷം തൊട്ടടുത്തുള്ള BJPയുടെ പൊതുസമ്മേളന പരിപാടിയിൽ ഏകദേശം 25,000 പേരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും എന്നുള്ളതാണ്. എന്തായാലും നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ BJPയുടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ക്യാമ്പയിൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 10:30 തിരുവനന്തപുരത്തെ ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രി വിമാനം ഇറങ്ങുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വാർത്ത നമുക്ക് അത് തന്നെയാണ്. രണ്ടാമതായി വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നിപ്പോൾ CPMന്റെയും CPIയുടെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പിന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്ന് തന്നെയാണ് CPM CPI യോഗങ്ങൾ വിലയിരുത്തുന്നത്. CPI യോഗത്തിൽ പ്രധാനമായി 2 ടേം വ്യവസ്ഥകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം CPI കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. CPMലേക്ക് പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ആസൂത്രണങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ പദ്ധതികളൊക്കെ തന്നെ പ്ലാൻ ചെയ്യുമെങ്കിലും സജി ചെറിയാന്റെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തുണ്ടായ ചില വിഷയങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ അത് തീർച്ചയായും ചർച്ച ചെയ്തു പോകും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ജയിലിൽ കഴിയുന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. അദ്ദേഹത്തിന് 90 ദിവസം കഴിഞ്ഞതുകൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യം ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ആദ്യത്തെ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായ വ്യക്തിയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, തിരുവനന്തപുരം പൂന്തുറയിൽ അമ്മയെയും മകളെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഗ്രീമയുടെ ഭർത്താവിനെ ബോംബെയിൽ വെച്ച് ഇന്നലെ പോലീസ് പിടികൂടിയിരുന്നു. പൂന്തുറ പോലീസ് രാത്രിയോടെ അവിടെ എത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കും. വന്നതിന് ശേഷം വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും കേസെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് പോവുക എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരം വാർത്തകളാണ് പ്രധാനമായും നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നൽകാൻ വേണ്ടി ഉള്ളത്. റിനു ശ്രീധറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.